കേരള നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 1856 ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം. കേരളത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായാണ് ജനനം. നാണു എന്നാണ് ബാല്യകാല പേര്. ഇനി നമുക്ക് കുറച്ച് ഡേറ്റുകളൊക്കെ നോക്കാം. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. 1898 അരുവിപ്പുറം ക്ഷേത്രസഭ രൂപീകരിച്ചു. 1903 മെയ് 15 SNDP സ്ഥാപിച്ചു. SNDPയുടെ എക്കാലത്തെയും പ്രസിഡന്റും ഗുരുവുമാണ് ശ്രീനാരായണ ഗുരു. SNDP സംഘടന ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ ആജ്ഞാപ്രകാരമാണ് ആരംഭിച്ചത്. SNDPയുടെ ആദ്യകാല സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യകാല മുഖപത്രം വിവേകോദയം. വിവേകോദയത്തിൻ്റെ പത്രാധിപൻ കുമാരനാശാൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലം. 1904 ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത്. 1912 ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1918 ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചു. 1922 ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തി. ഇവിടെ വച്ചാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചത്. 1925 മാർച്ച് 12 ഗാന്ധിജി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ പെരിയ സ്വാമി എന്നും കുമാരനാശാനെ ചിന്നസ്വാമി എന്നും വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപു ആണ്. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ ചിത്രം വന്ന ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യത്തെയും എക്കാലത്തെയും പ്രസിഡന്റാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആലപ്പുഴയിലാണ്. ഗുരു സമാധി സമയത്ത് ഉപയോഗിച്ച വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ആദ്യത്തെ കൃതി. മിശ്രഭോജനം നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. 2006 150-ാം ജന്മവാർഷികത്തിൽ റിസർവ് ബാങ്ക് 5 രൂപ നാണയമാണ് ഗുരുവിനോടുള്ള ആദരസൂചകമായി ഇറക്കിയത്. ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആത്മീയ ജ്ഞാനം കൈവന്ന ആരെയും ലോകസഞ്ചാരത്തിനിടയിൽ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ പരിചയപ്പെടാം. ആദ്യകാല കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആത്മോപദേശ ശതകം, ദൈവദശകം, അനുകമ്പാദശകം, ചിഞ്ചട ചിന്തകം, ശിവശതകം, ദർശനമാല, അദ്വൈത ദീപിക, ജ്ഞാനദർശനം, കാളീനാടകം, ശ്രീകൃഷ്ണ ദർശനം, ജാതിമീമാംസ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധിയായി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.